സോ ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ വരാണെങ്കിൽ ആൾക്ക് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആവാനായിട്ട് നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയാനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പം ദുബായിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഒരാളാണെങ്കിലും ഒരു 21 വയസ്സ് പ്രായം വേണം. മിനിമം ഒരു ഡിപ്ലോമ ഡിഗ്രി എങ്കിലും വേണം. അതുകൂടാതെ തന്നെ അവർക്കൊരു വാലിഡ് വിസ ആൻഡ് എമിറേറ്റ്സ് ഐ ഡി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്നുള്ള രീതിയിലേക്ക് വരുന്നതിനുള്ള ഒരു പ്രാഥമിക ക്രൈറ്റീരിയ. ഇപ്പൊ 2 തരത്തില് നമുക്ക് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റിലേക്ക് വരാം. ഒന്ന്, നമുക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങി, ഒരു ഫേം തുടങ്ങി, ഒരു റിയൽ എസ്റ്റേറ്റ് ഫേമിൽ നമ്മൾ തന്നെ അത് ഫൗണ്ടറായിട്ട് വന്ന് നമുക്ക് അങ്ങനെ തുടങ്ങി ചെയ്യാം. ഇനി അതല്ലാതെ ഒരു തരത്തിൽ ചെയ്യുന്നതാണ് ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഫേമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് റിയൽ എസ്റ്റേറ്റിലേക്ക് വരാം. പ്ലസ് അടുത്തൊരു കാര്യം, റെറ ട്രെയിനിങ് എടുത്തിരിക്കണം. കാരണം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, റിയൽ എസ്റ്റേറ്റ്, ദുബായ് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാൻ നിങ്ങളൊരു റെറയുടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു എക്സാം കൊടുക്കണം, ഒരു ലൈസൻസ് എക്സാം. അതായത് ഒരു ബ്രോക്കർ കാർഡ് കിട്ടാൻ വേണ്ടി ഒരു റെറയുടെ എക്സാം ഉണ്ട്. അത് പാസ്സായതിനു ശേഷമാണ് നിങ്ങൾക്കൊരു ബ്രോക്കർ കാർഡ് കിട്ടുന്നതും നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഒരു കമ്പനിയിൽ, ഒരു ലൈസൻസ്ഡ് കമ്പനിയിൽ ഒരു ഏജന്റ് ആയിട്ട്, ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഫേം തന്നെ പല രീതിയിലുണ്ടെങ്കിലും നമ്മളൊരു ലൈസൻസ്ഡ് റിയൽ എസ്റ്റേറ്റ് ഫേമിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഒരു ബ്രോക്കർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഏജന്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ഒരു കാര്യം ചെയ്യേണ്ടത്, ദുബായ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. കാരണം എല്ലാ ലോസും റൂൾസും ഒക്കെ കംപ്ലൈന്റ് ആയിട്ട് വേണം നമ്മൾ ഈ ബ്രോക്കർ കാർഡ് കിട്ടിയതിന് ശേഷം വർക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയൊക്കെ അത് അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്ഡേറ്റ് ആയിരിക്കണം. അല്ലെ നമുക്ക് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും മാറി വരുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ രീതിയിൽ നമ്മുടെ ക്ലയൻസിനെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്കും ആ തരത്തില് കാര്യങ്ങൾ ചെയ്യാനോ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ അതും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എപ്പോഴും.